നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോഴും തലശ്ശേരിയിൽ ദേശീയപാതയ്ക്കരികിലുള്ള മാലിന്യ കൂമ്പാരം നീക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. ദുർഗന്ധം സഹിച്ചു വേണം ഇതുവഴി യാത്രക്കാർക്ക് പോവാൻ. സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോഴും തലശ്ശേരി ദേശീയപാതക്കരികിലുള്ള മാലിന്യ കൂമ്പാരം നീക്കാൻ നടപടിയെടുക്കുന്നില്ല. ദുർഗന്ധം സഹിച്ചു വേണം ഇതുവഴി യാത്രക്കാർക്ക് പോകാൻ. ദേശീയപാതയിൽ ആലിയാജി പള്ളിക്ക് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് ചീഞ്ഞു നാറുന്ന മാലിന്യ കൂമ്പാരമുള്ളത്. സ്കൂളുകളും നിരവധി വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിച്ചു വരുന്ന പ്രദേശമാണ് മാലിന്യ കൂമ്പാരത്താൽ മലിനമായി കിടക്കുന്നത്. മാലിന്യ കൂമ്പാരമുള്ള സ്ഥലത്തിന് തൊട്ടുപുറകിലായി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കോളനിയുമുണ്ട്. മാലിന്യം നീക്കണമെന്ന് നഗരസഭയോട് ആവശ്യപ്പെട്ടിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന് മഹിളാ കോൺഗ്രസ് നേതാവ് എ ഷർമിള പറഞ്ഞു. ഇതിനെതിരെ മുനിസിപ്പാലിറ്റിയിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടി ഈ ദിവസം വരെ ഉണ്ടായിട്ടില്ല. ഇതിപ്പം എന്താണ്, അത്രയ്ക്കും മഴക്കാലത്തെ ഈ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഈ സമയത്ത് പോലും ബന്ധപ്പെട്ടവർ വേണ്ട രീതിയിലുള്ള യാതൊരു നടപടികളും എടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇവിടെ കാണുന്നത്. ഇത്രയും തിങ്ങിയ ഒരു സ്കൂളുകളും പള്ളിയും എന്നാ പറയുന്ന അനാദി സാധനങ്ങൾ കച്ചവടം നടത്തുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വന്നിട്ട് തലശ്ശേരിയുടെ പല ഭാഗത്തു നിന്നും ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്ന അത്രയും തിരക്കേറിയ ഒരു റോഡാണ് ഈ മെയിൻ റോഡ്. ആ മെയിൻ റോഡിലാണ് ഇങ്ങനെയുള്ള മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ദുർഗന്ധം വമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അത്രയും പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ഇതിനൊരു പരിഹാരം കാണണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആവശ്യം. നഗരസഭയ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. നഗരസഭയ്ക്ക് ഇതിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ആരോഗ്യ വകുപ്പൊക്കെ വന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഇവിടുന്ന് മാറ്റാനുള്ള ഒരു നടപടിയും നടന്നിട്ടില്ല. പരാതി നൽകിയിട്ട് ഇപ്പോ ശരിക്കും പറഞ്ഞ ഒരു മാസങ്ങളോളായും തോന്നാം. അത്രയ്ക്കും പരാതി പോയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ ഈ മഴയത്ത് ഈ വെള്ളം കൂടി നനയുമ്പോൾ അതിൽ നിന്നും എന്തൊക്കെയാണ് ഇതാ ഒലിച്ചിറങ്ങുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. അത്രയും എലി ചത്തിട്ടാണെങ്കിൽ മണത്തിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അത്രയും വൃത്തികേടുകളാണ് ഇവിടെയുള്ളത്. തൊട്ടടുത്ത് സ്കൂളുണ്ട്, കുഞ്ഞു മക്കൾ പഠിക്കുന്ന സ്കൂളുണ്ട്, അംഗൻവാടിയുണ്ട്, അനാഥശാലകളുണ്ട്. എല്ലാം കൊണ്ടും ഇവിടെ തിങ്ങിയ ഒരു ഏരിയയാണ്. എന്നിട്ട് പോലും നഗരസഭ ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് മനസ്സിലാകാത്തത്. സമഗ്ര ന്യൂസ്, തലശ്ശേരി.